ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാവിയോളി പാസ്തയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് ഓൾ പർപ്പസ് ഫ്ലവർ 1 കപ്പ്, 2 മുട്ട ഇവിടെ എടുക്കുന്നുണ്ട്, ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ചീസ് 2 ടേബിൾ സ്പൂൺ, മഷ്റൂം 200 ഗ്രാംസ്, തൈം ഹാഫ് ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ ഒണിയൻ സോൾട്ടും 1 ടീസ്പൂൺ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. പാസ്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ നമുക്ക് ഓൾ പർപ്പസ് ഫ്ലവറും അതുപോലെ മുട്ടയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒലീവ് ഓയിലും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പാസ്ത ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ കിട്ടേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് റാവിയോളി പാസ്തയ്ക്കകത്ത് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മഷ്റൂം ഏറ്റവും ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചോപ്പറിൽ. ഇത് ചോപ്പ് ചെയ്യുമ്പം ഇതുപോലെ തിന്നായിട്ട് നമുക്ക് കിട്ടണം. ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇത് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാൻ ചൂടാൻ വെക്കാം. അതിനുശേഷം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിവിടെ ഒണിയൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗാർലിക്ക്, തൈമ്, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മഷ്റൂമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് തരത്തിലുള്ള ചീസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ക്രീം ചീസാണ്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇവിടെ റെഡിയായി. ഇതിന് പകരം നമുക്ക് ഏത് മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ മഷ്റൂമിൻ്റെ പേസ്റ്റാണ് നമ്മളിന്ന് റാവിയോളി പാസ്തയ്ക്കകത്ത് വെക്കുന്നത്. ഇവിടെ നമ്മുടെ പേസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയും കൂടെ റെഡിയാക്കിയതിന് ശേഷം ഈ പേസ്റ്റ് പാസ്തയ്ക്കകത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ചെറിയ ബോളുകളായി നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ റാവിയോളി പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം സർക്കിളിൽ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർക്കുലർ ഷേപ്പിലാണ് ഈ ഒരു പാസ്ത എടുക്കേണ്ടത്. ഈ ഒരു സർക്കുലർ രീതിയിലാണ് നമുക്ക് ഈ പാസ്ത കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ചോ വൈനിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചോ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതൊന്ന് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ പേസ്റ്റ് ഇതിൻ്റെ നടുക്കോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലും കൂടെ വെച്ച് നമുക്കിത് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. ഇത് നല്ല ടൈറ്റായിട്ട് നമ്മൾ സീൽ ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിനകത്ത് വേവിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായിട്ട് ലോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ റാവിയോളി പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വെള്ളത്തിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം ഇത് നമുക്ക് ഏത് രീതിയിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ടൊമാറ്റോ സോസിലോ അല്ലെങ്കിൽ മഷ്റൂം സോസിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് റെഡ് വൈൻ റിഡക്ഷൻ സോസിലാണ്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.